ബാങ്കോക്കിലെ പ്രസിദ്ധമായ പട്ടായ ബീച്ചിൽ ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും ഇടവേളകളിൽ ചില സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശവശരീരങ്ങൾ കാണപ്പെട്ടു. ആരാണ് ഇതിന്റെ പുറകിലെന്ന് പോലീസുകാർക്ക് യാതൊരു തരത്തിലുള്ള പിടിയുമില്ലായിരുന്നു. എന്നാൽ പോലും ബാങ്കോക്ക് പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ കൊലപ്പെട്ട ഹെൻഡിക് എന്ന് പറയുന്ന വ്യക്തി മരിച്ച അതേ ദിവസം ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്നും കാഠ്മണ്ഡുവിലോട്ട് വിമാനത്തിൽ കയറിയിരിക്കുന്നു എന്നായിരുന്നു അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇത്രയെല്ലാം ചെയ്തു കൂട്ടാനുള്ള ധൈര്യം ഒരേ ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാൾസ് ശോഭരാജിന് മാത്രമായിരുന്നു ആ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ലാസിക് ക്രിമിനലായ ചാൾസ് ശോഭരാജിനെ കുറിച്ചാണ്. ലോകത്ത് ഉടനീളം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു കില്ലറാണ് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന വ്യക്തി. പലതരത്തിലുള്ള സ്ത്രീകൾക്കും വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു വ്യക്തിയാണ് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന വ്യക്തി. ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന വ്യക്തി. 1944 വിയറ്റ്നാംകാരിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാരനായ അച്ഛനും ഒരു കുഞ്ഞ് ജനിക്കുന്നു. അവനക്ക് ഒരു പേര് നൽകുകയാണ് ചാൾസ് കുരുമുസ് ശോഭരാജ്. എന്നാൽ അച്ഛനക്ക് ഒരിക്കലും യാതൊരു തരത്തിലും മകനോട് ഒരു ഇഷ്ടവുമില്ലായിരുന്നു. അതായത് വിവാഹത്തിന് മുമ്പേ ജനിച്ചൊരു കുഞ്ഞായിരുന്നു എന്നായിരുന്നു ഇവന്റെ മേലുണ്ടായ കാരണം അദ്ദേഹം കണ്ടുപിടിച്ചത്. എന്നാൽ അമ്മക്ക് നല്ല രീതിയിലുള്ള ഇഷ്ടമായിരുന്നു ഈ മകനോട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ അമ്മ ഇവനെ എടുത്ത് വളർത്താൻ തുടങ്ങിയാണ്. വളരെയധികം വലിയ രീതിയിലുള്ള കഷ്ടപ്പാട് കൊണ്ടായിരുന്നു ഈ ചാൾസിനെ അമ്മ വളർത്തിക്കൊണ്ടുവന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ചാൾസിന്റെ വളർച്ച എന്ന് പറയുന്നത് വിയറ്റ്നാമിന്റെ തെരുവോരങ്ങളിലായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ചാൾസിന്റെ അമ്മ ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനെ സൗഹൃദമാവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും വിവാഹം കഴിച്ചു. പിന്നീട് ചാൾസിന് പുതിയൊരു സ്റ്റെപ്പ് ഫാദറിനെ കിട്ടുകയാണ്. വളർത്തച്ഛനെ ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ സ്വന്തം മകനെ ഓട്ടായിരുന്നു ഈ ചാൾസിനെ ഈ വളർത്തച്ഛൻ നോക്കി വന്നത്. ചാൾസിന്റെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ അച്ഛൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ പോലും തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോകാനായിരുന്നു ചാൾസിന് ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും വീട്ടുകാർ കാണാതെ തന്നെ തൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ അടുത്തോട്ട് ചാൾസ് ഓടിപ്പോകുമായിരുന്നു. എന്നാൽ സ്വന്തം അച്ഛൻ്റെ അടുത്തെത്തുമ്പോൾ ഇവനിക്ക് വളരെയധികം വലിയ രീതിയിലുള്ള അവഗണനയും കാര്യങ്ങളിലായിരുന്നു ചാൾസിന് നേരിടേണ്ടി വന്നത്. പൂർണ്ണമായിട്ടുള്ള ഇവൻ്റെ യഥാർത്ഥ അച്ഛനായ ചാൾസിനെ പലതരത്തിലും ഇവൻ പലതരത്തിലും ഈ അച്ഛനടുത്ത് പോകും. അതുപോലെ തന്നെ അവിടെ നിന്നും ആട്ടിവിടലായിരുന്നു പതിവ്. ഇതൊക്കെ കൊണ്ട് തന്നെ ചാൾസിനെ വീട്ടിൽ അമ്മ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാലും വളരെയധികം വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വളർത്തച്ഛനും അമ്മക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതൊക്കെ കൂടി തന്നെ ചാൾസിൻ്റെ മേലെയുള്ള ശ്രദ്ധ അവർക്ക് പതിയെ കുറഞ്ഞു വരാൻ ആരംഭിക്കുകയാണ്. ഇത് വളരെയധികം വലിയ രീതിയിൽ ചാൾസിന് മേൽ ദുഃഖമാണ് ഉണ്ടാക്കിയത്. മാത്രവുമല്ല ചെലവിന് ചാൾസിന് കൊടുക്കുന്ന പണവും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്തത്. തൻ്റെ സ്വന്തമായിട്ട് ചെലവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണങ്ങൾ കണ്ടെത്തേണ്ടി വരുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ചാൾസ് എത്തുകയാണ്. ഇപ്രാവശ്യവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്രാവശ്യം മറിച്ചൊന്നും സംഭവിച്ചില്ല. ഇവനെ തന്നെ അവഗണിച്ച് അവിടെ നിന്ന് സ്വന്തം അച്ഛൻ അവിടുന്ന് പറഞ്ഞേക്കാണ്. പിന്നെ അങ്ങോട്ട് ഇവൻ ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വഴികളും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അതിൻ്റെ ഒടുവിലാണ് ഇവൻ മോഷണത്തിലോട്ട് കടക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതലായി ചെയ്തു വന്ന കാര്യം എന്ന് പറയുന്നത് കാർ മോഷണമായിരുന്നു. ഇത്തരത്തിൽ തന്നെ ഒടുവിൽ കുറേ തരത്തിലുള്ള മോഷണത്തിനൊടുവിൽ ഇദ്ദേഹം പിടിക്കപ്പെടുകയാണ്. പിടിക്കപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും പണം കൊടുത്ത് സ്വാധീനിച്ചതിന് അതിനുശേഷം ജയിലിനുള്ളിലോട്ട് പലതരത്തിലുള്ള ബുക്കുകൾ കൊണ്ടുവരികയാണ്. അതിൽ പ്രമുഖമായിട്ടുള്ള ബുക്കുകൾ എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റിൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും മെൻറ്റാലിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു ചാൾസ് ഈ ബുക്കുകളെല്ലാം ജയിലിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ജയിൽ കാലഘട്ടങ്ങളിൽ തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാണ്. ശിക്ഷാ കാലാവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ജയിലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നീടും അയാൾ പഴയ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്, മോഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നാൽ ഒരു ഫ്രഞ്ചുകാരിയായ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫ്രഞ്ചുകാരിയോട് യഥാർത്ഥത്തിൽ എന്താണ് ഇവൻ ചെയ്യുന്ന ജോലി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇവർ രണ്ടുപേരുടെ ബന്ധം വിവാഹത്തിലോട്ട് എത്തുകയാണ്. വിവാഹത്തിൻ്റെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം ചില തരത്തിലുള്ള കാർ മോഷണത്തിൻ്റെ പേരിൽ തന്നെ ചാൾസ് ശോഭരാജിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മാത്രമാണ് ഈ പ്രിയതമയ്ക്ക് തൻ്റെ പ്രിയതമ മോഷ്ടാവാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഫ്രഞ്ചുകാരിക്ക് മനസ്സിലാകുന്നത്. എന്നാൽ പോലും ഈ ചാൾസ് ശോഭരാജിൻ്റെ പേരുള്ള വളരെയധികം വലിയ രീതിയിലുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചാൾസ് ശോഭരാജിനെ കാത്തിരിക്കുകയാണ്.
അങ്ങനെ ഒടുവിൽ ചാൾസ് ശോഭരാജ് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടം നടത്തിയാണ്. അതിനുശേഷം തന്റെ ഭാര്യയെ കൂട്ടി തുർക്കിയിലോട്ട് കടന്നു കളയുകയാണ്. തന്റെ വളർത്തച്ഛനായ ഫ്രഞ്ച് പട്ടാളക്കാരൻ ആയതുകൊണ്ട് തന്നെ, അതായത് വളർത്തച്ഛൻ ഫ്രഞ്ച് പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധതരം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ചാൾസ് ശോഭരാജിനും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധതരം ഭാഷകളും അതുപോലെ തന്നെ വേഷങ്ങളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ തുർക്കി ഭാഷയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീടും ഇദ്ദേഹം തുർക്കിയിലെത്തിയതിനു ശേഷം ഇദ്ദേഹം ചെയ്തു വന്ന കാര്യം എന്ന് പറയുന്നത് പഴയ മോഷണം തന്നെയായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് പുതിയൊരു അതിഥിയും കൂടി കടന്നു വരുന്നത്. തന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതുകൂടി തന്നെ ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഇദ്ദേഹത്തിന് ഈ പണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചും കൂടി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചാൾസ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം തീരുമാനിച്ച കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്നായിരുന്നു. ആദ്യമൊക്കെ മയക്കുമരുന്നിൽ നിന്ന് ചെറിയ തരത്തിലുള്ള ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം പതിയെ അത് വളർന്നു വന്ന് അതിൽ നിന്നും അദ്ദേഹം മയക്കുമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന രീതിയിൽ തന്നെ ചാൾസ് ശോഭരാജും ഒരു ദിവസം പിടിക്കപ്പെടുകയാണ്. തൻ്റെ കൂട്ടത്തിൽ എല്ലാ തരത്തിലും കൂടെ നിന്ന ഭാര്യ മറിച്ച് ചിന്തിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഒരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് താൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചാൾസിനെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞുമായി ഫ്രാൻസിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ കാര്യം വളരെയധികം വലിയ രീതിയിലായിരുന്നു ചാൾസിനെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ ആകെ തളർന്നു പോവുകയാണ് ചെയ്തത്. കാരണം എല്ലാ തരത്തിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തൻ്റെ കുടുംബത്തിന് നല്ല രീതിയിൽ നോക്കണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ തന്നെ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. തനിക്ക് ഒരിക്കലും ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും സങ്കടത്തോടു കൂടി തന്നെ ഓരോ ദിവസം നീക്കി പോവുകയാണ്. ഈ കാലയളവിൽ തന്നെ ഇദ്ദേഹം വേറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. പലതരത്തിലുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇദ്ദേഹം വായിക്കാൻ തുടങ്ങിയാണ്. അതിനുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അറിവ് വളരെയധികം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാണ്. ഒടുവിൽ ശിക്ഷാ കാലാവധിയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് അയാളെ സംസാരിച്ച് എങ്ങനെ വീഴ്ത്താമെന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടം കൊണ്ട് തന്നെയായിരുന്നു ഇദ്ദേഹം, അതായത് ലോകം ഭയപ്പെട്ട, അതായത് പലതരത്തിലുള്ള പോലീസുകാരെയും ഉറക്കം കെടുത്തിയ പിക്നിക്കിൽ ജനിക്കുന്നത്. പുറത്തിറങ്ങിയ ഇദ്ദേഹം ആദ്യമായി ചെയ്ത കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള രാജ്യങ്ങളിലായി സഞ്ചരിക്കുക എന്ന കാര്യമായിരുന്നു. അവിടെയെല്ലാം ഇദ്ദേഹം പലതരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്തു വരികയാണ്. അതിന് ഇദ്ദേഹം സെലക്ട് ചെയ്ത വഴി എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തുള്ള ആളുകളുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഇദ്ദേഹം ധരിക്കാൻ തുടങ്ങിയാണ്. അതിനുശേഷം ഏഷ്യയിൽ നിന്ന് വരുന്ന വിദേശ വനിതകളെ ഇദ്ദേഹം ഒരു ലോക്കൽ ഗൈഡ് എന്ന രീതിയിൽ ഇദ്ദേഹം അവരെ പോയി ബന്ധപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ വിശ്വാസം മുഴുവൻ ഇവർ പിടിച്ചെടുക്കും. അതിനുശേഷം ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിന് മുഴുവൻ മയക്കുമരുന്ന് കലക്കി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ കൊലപാതകം ചെയ്തതിന് ശേഷം അവിടുന്ന് പാസ്പോർട്ടും ഇവരെ കയ്യിലുള്ള പണവും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് കടന്നു കളയുക എന്നായിരുന്നു ഇയാൾ ചെയ്യുന്ന കാര്യം. ഇയാൾ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കെല്ലാം ചെറിയ രീതിയിലുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു. ഇയാൾ കൊന്ന ആൾക്കാരെല്ലാവരും സ്വിമ്മിങ് സൂട്ട് ധരിച്ച, അതായത് ബികിനി ധരിച്ച രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഇദ്ദേഹം കൊന്ന ആൾക്കാരുടെ പാസ്പോർട്ട് എടുത്തിട്ടായിരുന്നു പലതരത്തിലുള്ള രാജ്യങ്ങളിലോട്ടും പോയത്. ഈ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചായിരുന്നു. ഒടുവിൽ ഇദ്ദേഹം ഇന്ത്യയിലോട്ടും എത്തുകയാണ്. ഫ്രാൻസിൽ നിന്നും വന്ന ചില യുവതികളുടെ കൂട്ടത്തിൽ തന്നെ ലോക്കൽ ഗൈഡ് എന്ന രീതിയിലായിരുന്നു ഇദ്ദേഹം അവരുടെ കൂട്ടത്തിൽ കൂടിയത്. ഒടുവിൽ ഇവർ എല്ലാവരും രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയാണ്. ആദ്യം ഭക്ഷണം കഴിക്കുന്ന ആളുകളെല്ലാം ബോധം കെട്ട് വീഴുകയാണ്. 2-3 ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയുകയാണ്. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് പോലീസുകാർ അന്വേഷിക്കുകയും പിന്നീട് ചാൾസ് ശോഭരാജിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. വിവിധ തരത്തിലുള്ള രാജ്യങ്ങളിൽ ഇദ്ദേഹം കൊന്നൊടുക്കിയ ആളുകളുടെ പാസ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 12 കൊല്ലം ശിക്ഷ വിധിക്കുകയാണ്. ഇവനെ തീഹാർ ജയിലിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. ജയിലിലുണ്ടായ പോലീസുകാർക്ക് എല്ലാവർക്കും ഇവൻ പണം കൊടുത്ത് പോലീസുകാരെ മുഴുവൻ വിലക്കെടുക്കുകയാണ്. താൻ സമ്പാദിച്ച പണം മുഴുവനും തനിക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഉപകാരപ്പെടാൻ വേണ്ടി ലോകത്തിലെ വിവിധ തരം ആൾക്കാരെ കയ്യിൽ ഇദ്ദേഹം പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിലിനുള്ളിൽ യാതൊരു തരത്തിലും പണത്തിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൽ തന്നെ 10 വർഷം മുന്നോട്ട് പോവുകയാണ്. ശിക്ഷ തീരെ 2 വർഷം മുന്നോട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ ഒരിക്കൽ ഇദ്ദേഹം ആ ജയിലിലുണ്ടായ, അതായത് CR ജയിലിലുണ്ടായ എല്ലാവർക്കും ഒരു പാർട്ടി നടത്തുകയാണ്. പാർട്ടിക്ക് അന്നേ ദിവസം കൊണ്ടുവന്ന ഭക്ഷണം പുറത്തു നിന്നായിരുന്നു.
പുറത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും അദ്ദേഹം മായം ചേർത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച പോലീസുകാർ എല്ലാവരും അവിടെ മയങ്ങിക്കിടക്കുമ്പോൾ സിനിമ സ്റ്റൈലിൽ തന്നെ അവിടെ നിന്നും ലോക്കുകളെല്ലാം തുറന്നിട്ട് അദ്ദേഹം സിഹാർ ജയിലിൽ നിന്നും മെയിൻ വാതിൽ കൂടെ തന്നെ ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ക്ലാസിക് ക്രിമിനൽ കില്ലർ ഇദ്ദേഹം പുറത്തോട്ട് പോവുകയാണ്. ഈ ഒരു വാർത്ത കേട്ട് ലോകം മുഴുവൻ അമ്പരന്നു. ഇന്ത്യൻ പോലീസ് നാണക്കേട് കൊണ്ട് തലകുലിക്കേണ്ട അവസ്ഥയിലോട്ട് വരികയാണ്. എന്നാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗോവയിൽ വെച്ച് തന്നെ ഇന്ത്യൻ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ജയിലിൽ അടക്കുകയും ചെയ്തു. ശിക്ഷാ കാലാവധിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ വളരെയധികം വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വന്തം രാജ്യത്ത് പോയതിന് ശേഷം ഇവന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ന്യൂസ് ചാനലിന് വേണ്ടി കൊടുക്കുകയാണ്. തൻ്റെ പേരിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഇവൻ പണം വാങ്ങിച്ചിട്ടായിരുന്നു കുറേ കാലം ഇവൻ ജീവിച്ചത്. ഒരിക്കൽ കൂടി താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം വീണ്ടും ആവർത്തിക്കണം എന്ന രീതിയിൽ ഇവൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഇപ്രാവശ്യം തീരുമാനിച്ച രാജ്യം എന്ന് പറയുന്നത് നേപ്പാളായിരുന്നു. നേപ്പാളിൽ ഇദ്ദേഹം എത്തുകയും പിന്നീട് ലോക്കൽ ഗൈഡ് എന്ന രീതിയിൽ വേഷം മാറുകയും പിന്നീട് 2 യുവതികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹം കൂടുകയാണ്. ഈ 2 യുവതികളും ചാൾസ് ശോഭരാജാണ് എന്ന് തിരിച്ചറിയുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടെ എത്തുകയും ചാൾസ് ശോഭരാജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പലപ്പോഴും ഇദ്ദേഹം രക്ഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സ്ഥലത്തുള്ള നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ അയച്ചിട്ടായിരുന്നു. അതായത് ബാങ്കോക്കിലുള്ള 20 വർഷത്തിനുള്ളിൽ കൊലയാളിയെ പിടിച്ചിട്ടില്ലെങ്കിൽ ആ കൊലയാളി പിന്നീട് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഇയാളെ പേര് യാതൊരു തരത്തിലുള്ള ശിക്ഷയും കാര്യങ്ങളൊന്നും വിധിക്കില്ല എന്നായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം നടത്തിയ കൊലപാതകങ്ങളെല്ലാം നേപ്പാൾ കണ്ടുപിടിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേപ്പാൾ ഗവൺമെൻറ് അവിടെ ഇവനെ ശിക്ഷിക്കുകയും ചെയ്തു. അതായത് ഇവിടെ അത്തരത്തിലുള്ള ലൂപ്പ് ഹോളും കാര്യങ്ങളൊന്നും ചാൾസ് ശോഭരാജിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലായിരുന്നു. അതായത് ചാൾസ് ശോഭരാജിനെ കാത്തി ഇപ്പോൾ ലോകത്തിലെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ആൾക്കാരും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് യഥാർത്ഥ സത്യം. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.